രാജ്ഭവനുമായി വീണ്ടും ഏറ്റുമുട്ടി സർക്കാർ. രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താതെ കൃഷിമന്ത്രി. രാജ്ഭവനിലുള്ളത് RSS ഉപയോഗിക്കുന്ന ചിത്രമെന്ന് പി പ്രസാദ്. പരിസ്ഥിതി ദിനാഘോഷം മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ദർബാർ ഹാളിലേക്ക് മാറ്റി. പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ഗവർണർ എന്ന രാജ്ഭവൻ. ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. നിലമ്പൂരിൽ മത്സര രംഗത്ത് 10 സ്ഥാനാർത്ഥികൾ. അൻവറിന്റെ ചിഹ്നം കത്രിക. മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ UDF-ന് മുന്നിൽ അൻവർ വെച്ചത് വിചിത്ര ഉപാധികൾ. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. പരിഹസിച്ച് കോൺഗ്രസ്. അമ്പരപ്പല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചത് നന്നായി. UDF ആണ് അടുത്തതിൻ്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സംബന്ധിച്ചതിന് നന്നായി. നിർമ്മാണത്തിനിടെ ദേശീയപാത തകരാൻ കാരണം മണ്ണിന്റെ കുഴപ്പമെന്ന് ദേശീയപാത അതോറിറ്റി. വീഴ്ച വരുത്തിയ കമ്പനിയെ വിലക്കിയെന്നും ഹൈക്കോടതിയിൽ വിശദീകരണം. ഉപകരാറിലെ അഴിമതി കേന്ദ്രമന്ത്രി ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കാത്തതിനെതിരെ പ്രതിപക്ഷം.